തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥി നിർണയത്തിന് നിയതമായ ഒരു രീതി ഞങ്ങൾക്കുണ്ട്. ഇത്തവണയും അത് തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചത്. ഉദാഹരണത്തിന് പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിന് ഞങ്ങളെ പാർട്ടിയുടെ കോർ കമ്മിറ്റി ചുമതലപ്പെടുത്തിയത് ബഹുമാന്യനായിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖരൻ. അദ്ദേഹം പാലക്കാട് പോയി എല്ലാ കക്ഷികളെയും എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട എല്ലാവരെയും, പഞ്ചായത്ത് തലം മുതൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഇൻഡിപെൻഡന്റ് ഓരോരുത്തരായിട്ട് കണ്ട്, ഇൻഡിവിജ്വലി കണ്ട് അഭിപ്രായ സമാഹരണം നടത്തി 3 പേരുകൾ അവിടെ വന്നു. ഈ 3 പേരുകൾ അടങ്ങുന്ന പട്ടിക വിശദമായിട്ട് 4 മണിക്കൂർ നീണ്ട സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം, നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് കൊച്ചിയിൽ. ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഓരോരുത്തരെയും സംബന്ധിച്ച് ചർച്ച നടത്തി. നിർഭാഗ്യവശാൽ വന്ന പേരുകൾ 2 പേർ മത്സരിക്കാനില്ല, സന്നദ്ധത കാണിക്കുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ആ നോട്ടോടു കൂടിയാണ് ഞാൻ, അതായത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ എല്ലാ മുതിർന്ന നേതാക്കളും ഇൻക്ലൂഡിംഗ് ജാവ്ദേക്കർജി, അപരാജിത സാരംഗിജി, അവര് എല്ലാവരും ഉൾപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം കഴിഞ്ഞ് ഈ അഭിപ്രായങ്ങൾ അടങ്ങിയ നോട്ടോടു കൂടിയാണ് ഞാൻ എല്ലാവരുടെയും സർവ്വ സഹമതിയോടുകൂടി അനുവാദത്തോടുകൂടി പാലക്കാട്ടെ പാനൽ അയക്കുന്നത്. പറയട്ടെ. അങ്ങനെ 3 പേരടങ്ങുന്ന പട്ടിക തന്നെയാണ് അയച്ചത്. പക്ഷെ ഒരു നോട്ട് അതിന്റെ കൂടെ വെച്ചു, ഇതാണ് മറ്റ് 2 പേർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾ. അതിനെ അന്തിമമായിട്ട് ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെടെ, ശ്രീ അമിത്ഷാ ഉൾപ്പെടെ, ശ്രീ JP നഡ്ഡ ഉൾപ്പെടെയുള്ള പാർലമെന്ററി ബോർഡ് വിശദമായി പരിശോധിച്ച് അവരാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇത് തന്നെയാണ് ചേലക്കരയിലും സംഭവിച്ചത്, ഇത് തന്നെയാണ് വയനാട്ടിലും സംഭവിച്ചത്, ഇത് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിൽ സംഭവിച്ചത്. സ്ഥാനാർത്ഥി നിർണയം ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന പതിവ് ഭാരതീയ ജനതാ പാർട്ടിയിലില്ല. ഇനി സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിച്ച ആള് അവസാന നിമിഷം വരെ എന്നെ മത്സരിപ്പിക്കരുത് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അവസാന നിമിഷം വരെ. പക്ഷെ ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തോട് മത്സരിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുക. അദ്ദേഹത്തിന്റെ പേരും കൂടി വെട്ടിയിട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ശരിയായ നിലപാടായിരിക്കില്ല. അതുകൊണ്ട് കൃഷ്ണകുമാറിനെ സംബന്ധിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്ന ആൾ അങ്ങനെയല്ല. അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ ഇതുവരെ മത്സരിച്ചിട്ടില്ല. അദ്ദേഹം ലോക്സഭയിൽ മത്സരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൃഷ്ണകുമാറിനെ സംബന്ധിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്ന ആൾ അങ്ങനെയല്ല. അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ ഇതുവരെ മത്സരിച്ചിട്ടില്ല. അദ്ദേഹം ലോക്സഭയിൽ മത്സരിച്ചിട്ടുണ്ട്, മുനിസിപ്പാലിറ്റിയിലും മത്സരിച്ചിട്ടുണ്ട്, മലമ്പുഴയിലും മത്സരിച്ചിട്ടുണ്ട്. മലമ്പുഴയിൽ അദ്ദേഹം 3000 വോട്ടിൽ നിന്നാണ് 50,000 വോട്ടിലേക്ക്, നിങ്ങൾക്ക് കണക്കുകൾ കയ്യിലുണ്ടല്ലോ, 3000 വോട്ടിൽ നിന്ന് 50,000 വോട്ടിലേക്ക് മലമ്പുഴ പോലുള്ള ഒരു ചുവപ്പ് കോട്ടയിൽ വെന്നിക്കൊടി പാലിച്ചിട്ടുള്ള ആള് തന്നെയാണ്. ഇപ്പോൾ പരാജയപ്പെടുമ്പോ എല്ലാം അദ്ദേഹം മോശക്കാരനാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മുന്നോട്ട് വെച്ചിട്ടുള്ള 3 പേരുടെ ലിസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതാണ് ഈ കാര്യത്തിൽ ഒരു സംശയത്തിനും നിങ്ങൾക്ക് ഞാൻ മറയില്ലാതെ മറുപടി ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എല്ലാ ചോദ്യവും. ഇനി രണ്ടാമത്തെ കാര്യം, അമിതമായ വിജയപ്രതീക്ഷ നിങ്ങൾ പുലർത്തി എന്നാണ് ചില ആളുകൾ വിമർശിക്കുന്നത്. കോൺഗ്രസുകാരായിട്ടുള്ള ചില ആളുകൾ വിമർശിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷ പുലർത്താതെ ആരെങ്കിലും മത്സരിക്കുമോ? ഗോവിന്ദൻ എന്താ പറഞ്ഞത്? സരീൻ അവിടെ ഉജ്ജ്വലമായിട്ടും 1ാം സ്ഥാനത്ത് വരുന്നില്ലേ? മത്സരിക്കുന്ന എല്ലാ മുന്നണികളും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. രമ്യ ഹരിദാസ് ചേലക്കരയിൽ എന്താണ്? ഞങ്ങളുടെ നവ്യ ഹരിദാസ് വയനാട്ടിൽ ജയിക്കില്ല എന്ന് പറഞ്ഞു, ജയിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ചില കേന്ദ്രങ്ങൾ മനഃപൂർവ്വമായിട്ട് കോൺഗ്രസ് നടത്തുന്ന ഒരു പ്രചാരവേലയാണ്. ആ പ്രചാരവേല മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്? നിങ്ങൾ 2021 ഇത് തന്നെയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ നിങ്ങൾ പരിശോധിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്നാണ് ആദ്യത്തെ 10 ദിവസം മാധ്യമങ്ങൾ വാർത്തയാക്കി. ആദ്യ 10 ദിവസവും മാധ്യമങ്ങളിലെല്ലാം ഇതായിരുന്നു പ്രശ്നം. സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് ചില അഭിപ്രായങ്ങൾ പറഞ്ഞ ആൾക്കാരെ വീണ്ടും വീണ്ടും കണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്ന് വരുത്താൻ നിങ്ങൾ ആസൂത്രിതമായി ശ്രമിച്ചു. ഞങ്ങൾ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് എല്ലാ നിലയിലും. പിന്നെ നിങ്ങൾ പറഞ്ഞു പാലക്കാട് മുനിസിപ്പൽ കൗൺസിലർമാരെല്ലാവരും പ്രചാരണത്തിൽ വിട്ടു നിൽക്കും. അതായിരുന്നു അടുത്ത പ്രചാരണം. അത് ഏഷ്യാതെ പോയപ്പോഴാണ് കൊടകര 2021 ഷർമിള ചാർമണം പോലെ നിങ്ങളെല്ലാം
വാർത്തയാക്കിയ സംഭവങ്ങളെല്ലാം നിങ്ങൾ വീണ്ടും റീപ്രൊഡ്യൂസ് ഛർദ്ദിച്ചു വീണ്ടും. അതായത് 2021 വന്ന മൊഴികളാണ് ഇതെല്ലാം. പോലീസ് എഴുതി ഉണ്ടാക്കിയ മൊഴി, അത്ര കോടി കടത്തി, ഇത്ര കോടി കടത്തി, ആന കടത്തി, ജേപ്പ് കടത്തി, ഇതെല്ലാം നിങ്ങൾ 10 ദിവസം നിങ്ങൾ സുരേന്ദ്രൻ, നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ നഗരസഭ ചെയർപേഴ്സൺ ഇപ്പൊ മറുപടിയാണെന്ന് പറഞ്ഞതാണത്. ഞങ്ങളെ പറഞ്ഞു പറയില്ല. നിങ്ങൾ പറഞ്ഞതല്ല, അല്ല ഇപ്പൊ പറഞ്ഞു. നഗരസഭ ചെയർപേഴ്സൺ നിങ്ങളുടെ സ്ഥാനാർത്ഥികളത്തിൽ പാലിച്ച പട്ടികകൾ ഇപ്പൊ 10 മിനിറ്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിനെ കുറിച്ചാണ് ദിവസമായി നടക്കുന്ന പ്രചാര വേലയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശരിയാണ് പറഞ്ഞിട്ടുണ്ട്, അതും പരിശോധിക്കും. പരസ്യ പ്രസ്താവനകളെല്ലാം പരിശോധിക്കും. ഒരു സംശയം പറയട്ടെ, അവിടുത്തെ പരാജയത്തിൽ ആളില്ലാണെന്ന് അവർ പറയുന്നത്. ഞാനിവിടെ ഇരുന്ന് ഇപ്പൊ എന്ത് ചെയ്യും? പരസ്യ പ്രസ്താവനകൾ ആര് നടത്തിയിട്ടുണ്ടോ അതെല്ലാം പരിശോധിക്കും. ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കൊടകരമുണ്ട്. കൊടകരയിൽ എന്താ സംഭവിച്ചത്? ഇപ്പൊ എന്താ കൊടകരയിൽ ഉണ്ടായത്? ഒരാളെ കൊണ്ട് കോൺഗ്രസ്സുകാര് കൊടകരയിൽ ഇന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയിപ്പിച്ചു. അത് 10 ദിവസം ചർച്ചയായി. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് വലിയ പ്രതിരോധം നേരിടേണ്ടി വന്നു. വലിയ തോതിൽ അത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കാൻ ഊർജം ചെലവഴിക്കേണ്ടി വന്നു. അതൊക്കെ ശരിയാണ്. അപ്പോ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, ഞാനില്ലെന്ന് പറയുന്നില്ല. നിഷ്പക്ഷമതികളെന്ന് പറയുന്നവര്, കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്നവരൊക്കെ അതിനു വേണ്ടിയിട്ട് രംഗത്ത് വന്നു. രണ്ട് അഭിപ്രായങ്ങൾ എപ്പോഴും സമൂഹത്തിലുണ്ട്. ഒന്ന്, ചില ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ BJP കോൺഗ്രസുമായി സഹകരിച്ച് കേരളത്തിൽ പ്രവർത്തിക്കണം. ചില ആൾക്കാർക്ക് വാശിയാണ്. ചില നിരീക്ഷകന്മാർക്ക്, ചില ഓൺലൈൻ ചാനലുകൾ അവർ കോൺഗ്രസിന് വേണ്ടി പരസ്യമായിട്ട് ഇറങ്ങില്ല. എന്റെ പ്രിയ അനിയൻ വിജയിച്ചു, പക്ഷെ സഹോദരി വിജയിച്ചു. അയാൾ ആരുടെ കൂടെ? ഒരു BJP പ്രസിഡന്റ് എന്നുള്ളതിൽ ഞാൻ എന്ത് മനസ്സിലാക്കണം? അയാൾ ആരുടെ കൂടെയാണ്? ഇപ്പൊ വേറെ ചില ആളുകൾ കോൺഗ്രസുമായി ചേർന്ന് BJP പോകണം, അതാണ് നിലപാട്. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ 10-15 വർഷമായി എടുത്ത ഒരു നിലപാട്, ഞാൻ മാത്രമല്ല, 6% വോട്ടിൽ നിന്ന് BJP 20%ത്തിലേക്ക് വന്നത് ആത്മാഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. കേരളത്തിലെ സംഘ BJP പ്രവർത്തകരെല്ലാവരും ഒറ്റക്കെട്ടായി ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ നിൽക്കണം. ഒരു പഞ്ചായത്തിൽ പോലും കോൺഗ്രസുമായി ചേർന്ന് LDF-നെ നേരിടുക എന്നുള്ള സമീപനം എടുക്കരുത്. LDF-നെ നമ്മൾ സ്വന്തം സമാജശക്തി ആർജിച്ച് നേരിടണം. അതാണ് ഞങ്ങൾ എടുത്ത നിലപാട്. ഞാൻ എടുത്ത നിലപാടല്ല. 15 വർഷത്തിന് ശേഷം ആ നിലപാട് പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമില്ല. LDF ഒരു ഭീഷണിയാണ് കേരളത്തിൽ. പക്ഷെ ആ ഭീഷണിയെ നേരിടാൻ അതിനേക്കാൾ തല്ലിപ്പൊളികളായിട്ടുള്ള UDF-മായി സഹകരിച്ച് പോകാൻ കഴിയില്ല എന്നുള്ള ശരിയായ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ എടുത്തു. ആ നിലപാട് ദഹിക്കാത്ത അപൂർവം ചില ആൾക്കാരുണ്ട്. അവരാണ് ഈ ബഹളങ്ങളെല്ലാം വയ്ക്കുന്നത്. ഞങ്ങളുടെ ഒരു മൂന്നാമത്തെ കക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾ എപ്പോഴും UDF-മായി ചേർന്ന് പോകണം. അതാണ് ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കാത്തതിന്റെ ചുരുക്കാണ് പലർക്കും ഉള്ളത്. അത് ഒരു കാരണവശാലും ഇവിടെ നടപ്പുള്ള കാര്യമല്ല. BJP കേരളത്തിൽ ശക്തി പ്രാപിക്കണമെങ്കിൽ LDF-നെയും UDF-നെയും ഒരുപോലെ നേരിട്ട് ശരിയായ നിലപാട് സ്വീകരിച്ചു, തെളിഞ്ഞ നിലപാട് സ്വീകരിച്ചു. നമുക്ക് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, ഞാൻ പറഞ്ഞതിൽ കള്ളമുണ്ടാവും. കഴിഞ്ഞ 5 വർഷത്തിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന ഒരു അവിശ്വാസ പ്രമേയത്തിലും ഞങ്ങൾ UDF-നെ പിന്തുണച്ചിട്ടില്ല. ആരെങ്കിലും മെമ്പർമാർ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നടപടി എടുത്തു. എന്താ അത് എടുക്കാതെ കാരണം? UDF എന്ന് പറയുന്നത് എപ്പോഴും CPM-ന്റെ അക്രമവും മറ്റും കാരണം അവര് ഞങ്ങളെ ബന്ധുവിനോടുകൂടി തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കാം, ഇതായിരുന്നു നിലപാട്. ആ നിലപാട് തിരുത്തി ശരിയായ നിലയിൽ ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലപാട് സ്വീകരിച്ചു. അത് പല ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല. ചില കോൺഗ്രസ് അനുകൂലികൾക്ക് അത് ഇഷ്ടപ്പെടുന്നു. അപ്പൊ അതിന്റെ പ്രശ്നമുണ്ട്. അതിവിടെ നിങ്ങളോട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. പക്ഷെ അതുകൊണ്ട് പാലക്കാട് 4000 വോട്ട് കുറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ നിലപാട് മാറ്റുന്നത്, നിലപാട് തെളിഞ്ഞു തന്നെ പോകും. പാലക്കാട് ഇതിനൊക്കെ ഇടയിലും ആയിരക്കണക്കിന് സംഘ സ്വയംസേവകന്മാരും BJP പ്രവർത്തകരും അഹോരാത്രം അധ്വാനിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ കൂടെ. ഇപ്പോഴത്തെ മത്സരിക്കാൻ പോലും സ്ഥാനാർത്ഥിയെ ഇല്ലാന്നുള്ള നിങ്ങളെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഏത് നിങ്ങളുടെ പാർട്ടിയിലല്ല, പാലക്കാടാണ് ചോദിക്കുന്നത്. നിങ്ങളെ പറഞ്ഞ് മത്സരിക്കാൻ ആളില്ല, കഥ പറയണ്ട. മത്സരിക്കാൻ ആളില്ല. 3 പേരാണ് മത്സരിക്കാൻ തയ്യാറല്ല നിങ്ങളല്ലേ പറഞ്ഞപ്പോ? അല്ലല്ല സുരേന്ദ്രൻ, 3 ആളെ പട്ടിക അല്ല എന്താണെന്നറിയോ കാരണം? അല്ലല്ല, അങ്ങനെയല്ല. അദ്ദേഹം മത്സരിക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം. അദ്ദേഹത്തിനും അവിടെ തന്നെ മത്സരിക്കണം എന്നുള്ള അമിതമായ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം.
പക്ഷേ ഞങ്ങളെ പാർട്ടി തീരുമാനം അച്ചടക്കമുള്ള പ്രവർത്തകർ എന്നുള്ളതിൽ അദ്ദേഹം അനുസരിച്ചു. അതിന് നിങ്ങളത് വലിയ വിഷയമാക്കണ്ട. എന്റെ ചോദ്യം നിങ്ങൾ ചോദിച്ചല്ലോ, നിങ്ങളെ പാർട്ടിയിൽ ഒരാളുണ്ടായോ, എന്താ അയാളെ സ്ഥിതി? അല്ല, ഇവിടെ ഒരു ചോദ്യമുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളെയും അങ്ങനെ തന്നെയാണെന്ന് ഞങ്ങളെ പാർട്ടിയില്. ഞങ്ങളെ പാർട്ടിയിൽ ആരും സ്ഥാനാർത്ഥി മോഹികളില്ല. അല്ല, ഞങ്ങളെ പാർട്ടിയില് സ്ഥാനാർത്ഥി മോഹികളില്ല. നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഞങ്ങളെ മുതിർന്ന നേതാക്കളെ എല്ലാം സ്ഥാനാർത്ഥി മോഹികളായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് വേറെ പ്രശ്നമുണ്ടാകും. അങ്ങനെയല്ല. അത് ഈ ശ്രീധരൻ സാറിനെ കമ്പയർ ചെയ്യുമ്പോൾ അറിയാലോ, ശ്രീധരൻ സാർക്ക് പൊതുസമൂഹത്തിൽ നിന്ന് നല്ല നിലയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ വോട്ടുകളെ സംബന്ധിച്ച് ആ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കുന്നതിൽ കൃഷ്ണകുമാറിന് കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് അംഗീകരിക്കുന്നില്ല. അതിലെന്താ കുഴപ്പം? സത്യമല്ല. അദ്ദേഹം, ഞാൻ ചോദിക്കട്ടെ, ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ എന്തിനാ കെട്ടിവെക്കുന്നത്? എനിക്ക് തന്നെയല്ല ഉത്തരവാദിത്വം. ശ്രീ വി മുരളീധരൻജിക്ക് മഹാരാഷ്ട്രയിലായിരുന്നു ചുമതല. 2 ദിവസം അദ്ദേഹത്തിന് ലഭിച്ചത് തന്നെ സെൻട്രൽ പാർട്ടിയുടെ അനുമതി വാങ്ങിയിട്ടാണ്. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു റീജിയന്റെ ചുമതലയായിരുന്നു, ചെന്നിത്തലയെ പോലെയല്ല. അദ്ദേഹത്തിന് സമ്പൂർണമായിട്ട് ഒരു മേഖലയുടെ പ്രത്യേക ചുമതലയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ 2 ദിവസത്തെ ഡേറ്റ് കിട്ടിയത് തന്നെ അദ്ദേഹത്തിന് സെൻട്രൽ പാർട്ടിയോട് ഞങ്ങൾ ചോദിച്ചിട്ടാണ്. കാരണം അദ്ദേഹത്തിനെ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം മഹാരാഷ്ട്രയിലാണ്. നോക്കൂ, വി മുരളീധരൻ എന്ന് പറയുന്ന ഞങ്ങളെ നേതാവിനെയും എന്നെ തമ്മിൽ തെറ്റിക്കാനാണ് നിങ്ങളെ പുതിയ ഉദ്ദേശമെങ്കിൽ അത് നടപ്പില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും 3 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. പക്ഷെ പിറവം ഉപതെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുമ്പോഴായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചതാണ്. അന്ന് കിട്ടിയത് 2000 വോട്ടാണ്. അന്ന് ആരും ശ്രീ വി മുരളീധരൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഓരോ ഏതാത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാ, സ്ഥാനത്ത് തുടരണമോ അതല്ല സ്ഥാനമൊഴിയണമോ എന്നൊക്കെയുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം എന്ത് പറയുന്നു അത് ശിരസ വഹിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ, ഇനി വ്യക്തതക്കുറവ് വേണ്ട, ഞാൻ വ്യക്തമായിട്ട് പറയാം. എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. എല്ലാം പറഞ്ഞു, എല്ലാം ഞാൻ പറഞ്ഞു. ഇത് ഞാൻ വരിക നിങ്ങൾക്ക് എങ്ങനെയാണ് വായിക്കുന്നത്? വെരി ക്ലിയർ. ഞാൻ പറയട്ടെ. തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷന്റെ തന്നെയാണ്.